പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ജീവവൃക്ഷം. ഉൽപ്പത്തിയിൽ കാണുന്ന ജീവവൃക്ഷം അവസാനിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ജീവൻ്റെ വൃക്ഷമായി, ജീവൻ്റെ മന്നയായി, ജീവൻ്റെ ജലമായി, ജീവൻ്റെ വചനമായി, ജീവൻ്റെ വെളിച്ചമായി, ജീവൻ്റെ അപ്പമായി, ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ പടർന്നു കിടക്കുന്ന യേശുവിൻ്റെ ജീവനെ ആസ്പദമാക്കിയുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ധ്യാന കേന്ദ്രങ്ങൾ ഒത്തിരിയുണ്ട്, ഒത്തിരി കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളും അനവധി മറ്റ് ശുശ്രൂഷകളും ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ധ്യാനം കൂടിയാലും എത്ര കൺവെൻഷനിൽ പങ്കെടുത്താലും ആ കേൾക്കുന്ന ചില മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ നമ്മളെ ആ കേട്ട വചനം സ്വാധീനിക്കുകയോ അങ്ങനെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ആ കേട്ടതെല്ലാം വിസ്മരിക്കപ്പെടുകയും നമ്മൾ സ്വാഭാവിക മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതശൈലികളിലേക്കും മാറുകയും ചെയ്യുന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, സഹിഷ്ണുത കാണിക്കുക, ഭാരങ്ങളെ വഹിക്കുക, ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, നാൾത്തോറും തന്നെത്താൻ ത്യജിച്ച് അവനവൻ്റെ ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കുക. അങ്ങനെ തിരുവെഴുത്തിൽ പറയുന്ന ആത്മീയ നന്മകളെല്ലാം അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം, പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിൻ്റെ ജീവനിലേ അടങ്ങിയിട്ടുള്ളൂ. ഈ മൂലകം സ്നേഹിക്കാനുള്ളതും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നന്മ ചെയ്യാനും കരുണ കാണിക്കാനും പരോപകാരം ചെയ്യാനും ഭാരങ്ങളെ വഹിക്കാനും അന്യോന്യം എളിമപ്പെടുത്താനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാനും ഈ ചെവിടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ചെവിട് കാണിച്ചു കൊടുക്കാൻ, ഒരു നാഴിക നടക്കാൻ പറഞ്ഞാൽ 2 നാഴിക നടക്കാനും, ഉടുപ്പ് ചോദിച്ചാൽ അങ്കി കൊടുക്കാനും കഴിയുന്നത് മനുഷ്യ ജീവനിലില്ല. ആ മൂലകം യേശുവിൻ്റെ ജീവനിലേ ഉള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ബാക്കിയെല്ലാം ഇവിടെ പരിശീലിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാലാകാലങ്ങളായി നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ജനത്തെ പരിശീലിപ്പിക്കുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ഒരിക്കലും സാധ്യമല്ലാതെ ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആളും പരിശീലകനും പരിശീലിക്കുന്നവരും ഒരുപോലെ പരാജയപ്പെട്ടു പോയതാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അല്പം പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇത് കേൾക്കണമേ. ഇതെല്ലാം യേശുവിൻ്റെ ജീവനിൽ അടങ്ങിയതാണ്. അതാ യേശു തിരുവെഴുത്തിൽ പറഞ്ഞത്, ദുഷ്ടൻ അറുപ്പാനും മുടിപ്പാനും വന്നു, മനുഷ്യപുത്രൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായി നൽകാനും. യേശുവിൻ്റെ ജീവൻ്റെ വളർച്ച, നിറവ് നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തിരുവെഴുത്ത് പറയുന്ന ആത്മീക ഗുണങ്ങൾ നമ്മളിൽ വെളിപ്പെടും. ഈ ജീവനിലല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പരിശീലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ആത്മീക ഗോളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതല്ല. ഒത്തിരി ചർച്ചകളെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പുകാരെക്കുറിച്ചും ദൈവദാസന്മാരെക്കുറിച്ചും എല്ലാം യൂട്യൂബിൽ എന്തെല്ലാമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ന്യൂസുകളിലെല്ലാം. അതിൻ്റെ കാരണം എന്താണ്? കാരണം ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കുകയാണ്.
ഇനി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാൻ പഠിക്കുകയാണ്. തങ്ങളുടെ അനുഭവത്തിൽ അത് വരണമെങ്കിൽ യേശുവിൻ്റെ ജീവൻ്റെ നിറവിലേ അതുള്ളൂ. അതാ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഒരു ധ്യാനം കൂടുമ്പോഴോ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴോ അവിടെ കേൾക്കുന്ന പ്രസംഗവും ചില ഉദാഹരണങ്ങളും ഉപമകളും ചില സാക്ഷ്യങ്ങളും ഒക്കെ ഏതാനും ചില മണിക്കൂറുകളോ ദിവസങ്ങളോ നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കും. പക്ഷെ കഴിഞ്ഞ 2026 വർഷമായി ഇത് പരാജയപ്പെട്ട ഒരു വിഷയമാണ്. യേശുവിൻ്റെ ജീവനില്ലാതെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞ തിരുവചനമല്ലേ? അപ്പോൾ യേശുവിൻ്റെ ജീവനിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി യേശു ഇനി 2 പ്രാവശ്യം വരുമെന്നും ആദ്യം രഹസ്യത്തിൽ വരുമെന്നും തൻ്റെ സഭയായ മണവാട്ടിയെ എടുക്കാൻ ഒരുങ്ങി കാത്തിരിക്കുന്നവരെ എടുക്കാൻ യേശു വരുമെന്നും അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 വർഷം കഴിയുമ്പോൾ യേശു സകല വിശുദ്ധന്മാരുമായി ഈ ലോകത്തെ വാഴാൻ, ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുവാൻ വരുമെന്നും അങ്ങനെ 1000 ആണ്ടൊരു വാഴ്ചയുണ്ട്, നിത്യതയുണ്ട്, ദൈവരാജ്യമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അതൊക്കെ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ യേശുവിൻ്റെ ജീവനിലേക്ക് കടന്നേ മതിയാവൂ. യേശുവിൻ്റെ ജീവനിൽ നിറഞ്ഞേ മതിയാവൂ. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല പ്രിയപ്പെട്ടവരെ. എത്രയെത്ര ഉദാഹരണങ്ങളാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കുക. ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ഒരു ശേഷിപ്പിനെ ഒരിക്കലെടുത്ത് തനിക്ക് വേണ്ടി മാറ്റി നിർത്തി സംരക്ഷിച്ചു പോരുന്നുണ്ട്. അതിൽ നിങ്ങളും ആകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്ക് 1-2 വചനങ്ങൾ ചിന്തിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18:9. എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്ന നീതിമാൻ അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അതായത് ദൈവത്തിൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്ന നീതിമാൻ, ഹല്ലേലൂയ, അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇത് പഴയ നിയമത്തിൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഒന്നിൽ തെറ്റിയ സകലതും തെറ്റിയെന്ന വചനം പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴെയുള്ള ആർക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു വന്നത്. യേശു അതിനെ നിവർത്തിച്ചത്. മനുഷ്യനെ കഴിയാതിരുന്നത് യേശു നിവർത്തിച്ചു. യേശു പൂർത്തീകരിച്ചു. ഇനി യേശുവിനെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. മോശേനെയും മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെയും നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ കൂട്ടം ഇന്നും ഉണ്ട്. ഏലിയാവിൻ്റെ പുതപ്പ് തപ്പി നടക്കുന്നവരും, അല്ലേ, ഏലീഷയുടെ പുതപ്പ് തപ്പി നടക്കുന്നവരും, ഏലിയാവിൻ്റെ കാക്കയെ അന്വേഷിച്ച് നടക്കുന്നവരും. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ സിംഹാസനവും ദാവീദിൻ്റെ കവണയും കല്ലും ഗോലിയാത്തിനും ഒക്കെ തപ്പി നടക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നും കാണാം നമുക്ക്. അതെല്ലാ കാലവും ഉണ്ടായിരിക്കും. അതൊരു കൂട്ടരെ അങ്ങനെ വെച്ചിട്ടുണ്ട് ദൈവം. അവരങ്ങനെ തുടരട്ടെ. നിത്യജീവൻ ഉണ്ടെന്നും ഒരു ന്യായവിധിയുണ്ടെന്നും സ്വർഗമുണ്ടെന്നും 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലുണ്ടെന്നും വിശ്വസിക്കുന്ന
ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20:11 നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവയെ ചെയ്യുന്ന മനുഷ്യൻ ദൈവം തന്ന ന്യായങ്ങളും വിധികളും ചട്ടങ്ങളും ന്യായപ്രമാണവും ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഇതാണ് പഴയ നിയമത്തിൻ്റെ തലക്കെട്ട്. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അത് ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുവനെ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു. ആ കർത്താവായ യേശു അത് ചെയ്തു. ഇനി നമ്മളാരും അത് ചെയ്യാതിരിക്കേണ്ടതിനെയാണ്. യേശു ചെയ്തത് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ, യേശുവിൻ്റെ പുണ്യാക രക്തത്തെ നമ്മൾ നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവെഴുത്ത് പരിശോധിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുക. അപ്പോൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന പോലെ ദൂതനൊക്കെ വരും, നിങ്ങളോട് വന്ന് സംസാരിക്കും. നീ ഇതുവരെയും കേട്ടതും കണ്ടതും ഒന്നുമല്ല, ഇന്ന സ്ഥലത്ത് പത്രോസ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്, വിളിച്ച് അവൻ പറയുന്നത് കേട്ട് അനുസരിക്കാൻ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആൾ ദൈവങ്ങൾ രംഗപ്രവേശനം ചെയ്ത കാലഘട്ടമാണ്. ഒത്തിരി ആൾ ദൈവങ്ങൾ, വെളിച്ചദൂതന്റെ വേഷം കെട്ടി അനേകരും. ഇതിനെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് ആത്മീക കണ്ണുണ്ടായിരിക്കണം. വചനവും തിരുവെഴുത്തും ദൈവശക്തിയും അറിയായികയാൽ നമ്മൾ തെറ്റിപ്പോകുന്നുവെന്ന് വചനത്തിൽ തന്നെ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവെഴുത്ത് നിങ്ങൾ പരിശോധിക്കണമേ, വചനം പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 10:5 തിരുവചനം ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. അത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20:11 നമ്മൾ വായിച്ചത്. അതേ വചനം പൗലോസ് എടുത്ത് കോട്ടി പറഞ്ഞിരിക്കുകയാണ്. അതേ വചനം എടുത്ത് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 10:5 നമ്മൾ വായിച്ച്, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യാൻ ആർക്കും പറ്റിയില്ല പ്രിയ സഹോദരങ്ങളെ. അത് ചെയ്തത് യേശുവാണ്. യേശു ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനത്രേ വന്നത്. അത് യേശു നിവർത്തിച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും യേശു നിവർത്തിച്ചത് പൂർണ്ണമായില്ലെന്ന് തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഒരു പൂർണ്ണതയില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുകൊണ്ടാണ് ഇന്ന് അനേകരും ഈ ന്യായപ്രമാണം വീണ്ടും വീണ്ടും ജനത്തെ പഠിപ്പിച്ച്, അത് വായിപ്പിച്ച്, അത് ധ്യാനിപ്പിച്ച്, അത് പ്രസംഗിച്ച്, അതിൽ നിന്ന് ദൂത് പറഞ്ഞ് ഈ ജനത്തെ മുഴുവൻ അപ്പം തിന്നുന്ന പോലെ തിന്നു മുടിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. നിവർത്തിച്ചു. യേശു നിവർത്തിച്ചതിൽ സംതൃപ്തരല്ലാത്തവരാണ് ഇന്നും പഴയത് തേടിപ്പോകുന്നത്. യേശു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാകാൻ അവൻ പ്രാപ്തരാക്കി. ദൈവത്തിന് സ്തോത്രം. ആ സെക്ഷൻ നമുക്ക് അടുത്ത ഇതിലെടുക്കാം. ഇവിടെ ന്യായപ്രമാണം സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും.
എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് ജീവിക്കില്ല. പിതാക്കന്മാർ മന്ന തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല. യേശു പറയുക, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ന്യായപ്രമാണം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പുതിയ നിയമം വന്നപ്പോൾ അതിൻ്റെ തലക്കെട്ട്, ന്യായപ്രമാണത്തിൻ്റെ തലക്കെട്ട് ഇത് ചെയ്യുന്ന മനുഷ്യൻ ഇതിനാൽ ജീവിക്കുമെന്നാണെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ തലക്കെട്ട് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു പറഞ്ഞ വചനമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ജീവൻ തരാൻ കഴിയുള്ളൂ. യേശുവിനെ പ്രസംഗിച്ചാലേ, യേശുവിനെ പ്രബോധിപ്പിച്ചാലേ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ജീവൻ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ മരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ദൈവം ജീവനുള്ളവരുടെ ദൈവം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ദൈവം മരിച്ചവരുടെ ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവനിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. സ്വർഗീയ നന്മകൾ മുഴുവൻ, പാപത്തെ ജയിക്കാനുള്ള ശക്തി, അധികാരം, സ്വർഗീയ അധികാരം, കമാൻഡിങ് പവർ, ഇത് യേശുവിൻ്റെ ജീവനിലാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ജീവന് വേണ്ടി, ആ നിറവിന് വേണ്ടി ദാഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പറയുന്നതിൻ്റെ ആത്മീയ മർമ്മങ്ങൾ എത്ര പേർക്കറിയാം? ഞങ്ങൾക്കറിഞ്ഞുകൂടാതെ ഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനങ്ങളിൽ തുടർന്ന് ധ്യാനിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം മാറി മറിയും. നമ്മുടെ അനേക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. യേശുവിൻ്റെ ജീവനാൽ നമ്മൾ നിറഞ്ഞാൽ, യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറഞ്ഞാൽ, യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയും, യേശുവിൻ്റെ ശക്തി നിറയും, യേശുവിൻ്റെ രക്തം നമ്മുടെ രക്തവുമായി കലരും. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അടുക്കലെത്രേ നമ്മൾ വന്നിട്ടുള്ളത്. ഈ പുണ്യാക രക്തത്തിൽ ഒരു രോഗവും കയറില്ല. ഈ പുണ്യാക രക്തത്തിന് പിന്നൊരു ബന്ധനമില്ല. ഇതിനെ കെട്ടും പൂട്ടും പിന്നെ വരില്ല. ഒരാഭിചാരം ഏൽക്കില്ല, ഒരു ക്ഷുദ്രവിധിയും വലിക്കില്ല. ഈ പുണ്യാക രക്തത്തിൽ നിരന്തരം കഴുകപ്പെടുകയും യേശുവിൻ്റെ ജീവനാൽ നിറയുകയും ഇടവിടാതെ സ്തോത്രം പറയുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ രോഗത്തിനൊന്നും അവരുടെ അടുക്കൽ വരാൻ കഴിയില്ല. ഒരു ഭൂതത്തിനും പിന്നെ അവരെ തൊടാൻ കഴിയില്ല. പിന്നെ നിരാശ അവർക്കുണ്ടാകില്ല, ദുഃഖമുണ്ടാകില്ല, നെടുവീർപ്പുണ്ടാകില്ല, ഒന്നിനെക്കുറിച്ചും വിചാരമുണ്ടാകില്ല, മനം കലങ്ങി കുഴഞ്ഞു പോകില്ല, വീണുപോയി എന്ന് പിന്നെ ഒരിക്കലും പറയില്ല, തകർന്നു പോയി എന്ന് പറയില്ല. അവരുടെ മുമ്പിൽ അഴിയാത്തൊരു ശക്തിയും ലോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവനാൽ നിറയാൻ ആഗ്രഹിക്കുക. യേശുവിൻ്റെ ജീവനിലാണ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ ഒരു പ്രയോജനവുമില്ല. താൽക്കാലികമായ ഒരു മാനസിക സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാപത്തെയോ സാത്താനെയോ ജയിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 57-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 6:57 തിരുവചനം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും.
ഹല്ലേലൂയ. ന്യായപ്രമാണം അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെങ്കിൽ പുതിയ നിയമത്തിൽ പറയുകയാണ്, യേശു അരുളി ചെയ്യുകയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിരന്തരം യേശുവിനെ തിന്നണം. വേറെ ഒന്ന് തിന്നാലും കാര്യമില്ല. ഇത് യേശുവിനൊഴികെ ബാക്കി എല്ലാം ഇവിടെ ഇഷ്ടം പോലെ വിളമ്പുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളാണ്. അതിലൊരു 90% എവിടെമാരെ എത്തിയിട്ടുള്ളൂ എന്ന് അറിയുമോ? ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. ഒരു 90% ഇപ്പോഴും. 2026 വർഷം കഴിഞ്ഞു. പഴയതിനെ നിവർത്തിച്ച് പൂർത്തീകരിച്ച് യേശു പുതിയതിനെ സ്ഥാപിച്ചിട്ട് 2026 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും പലവരും, അല്ലെങ്കിൽ 99% എത്തിയിട്ടുള്ളത് മാക്സിമം ദാവീദും ഗോലിയാത്തും വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ പേരിന് ഇടയ്ക്ക് ഒന്ന് സുവിശേഷവും അതുപോലെ മത്തായി പൗലോസിനെയും പത്രോസിനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്വപ്നം കാണുന്നവരെയൊക്കെ ഒന്ന് കാണും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറയും. പ്രിയ സഹോദരങ്ങളെ, യേശു അപ്പോസ്തലന്മാരെ അയച്ചത് യേശുവിൻ്റെ സാക്ഷിയാകാനാണ്. ഈ ജീവൻ്റെ വചനത്തിന് നിങ്ങൾ സാക്ഷിയാകാനാണ് കൽപ്പന കൊടുത്തത്. അല്ലാതെ ആർക്കും നിവർത്തിക്കാൻ കഴിയാതിരുന്ന ന്യായപ്രമാണം പ്രസംഗിക്കാനല്ല യേശു തൻ്റെ അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചത്. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ പ്രമാണം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, മാംസമൊന്നിനെ ഉപകരിക്കില്ല, ഞാൻ സംസാരിച്ച വചനമെത്ര ജീവനും ആത്മാവും. അപ്പം യേശുവിൻ്റെ വചനം സംസാരിച്ചാലേ, യേശുവിനെ സംസാരിച്ചാലേ, യേശുവിനെ പ്രബോധിപ്പിച്ചാലേ കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയുള്ളൂ, അവർക്ക് മാനസാന്തരം സംഭവിക്കുകയുള്ളൂ, പാപബോധം വരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ജീവനിലേ പാപമോചനമുള്ളൂ. യേശുവിൻ്റെ ജീവനിലേ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ ജീവനിലേ നമുക്ക് ഇടപെടാതെ സ്തോത്രം പറയാൻ പറ്റുകയുള്ളൂ. എന്തിനും നന്ദിയുള്ളവരായിരിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം പ്രിയപ്പെട്ടവരെ, ഇതൊന്നും എവിടെയില്ല, തിരുവെഴുത്തിലില്ല. പുതിയ നിയമസഭയ്ക്ക് ഇല്ല ഇതൊന്നും. എന്തിനാ യഹൂദന്മാർക്ക് കൊടുത്ത കൽപ്പനകൾ അവർക്ക് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല. യഹൂദന്മാർക്ക് കൊടുത്ത കൽപ്പനകൾ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് ജാതികളായ നമ്മൾ എന്തിനാണ് അത് ഏറ്റെടുക്കുന്നത്? പിന്നെ ആളുകൾ പറയുന്നത് നമ്മൾ പുതിയ നിയമം ഇസ്രായേലാണെന്ന്. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി. പുതിയ നിയമം ഇസ്രായേലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ല്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പൊന്ന സഹോദരങ്ങളെ, സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയണമേ. ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. എന്നിട്ട് വീണ്ടും ജനം ആ തന്ത്രത്തിൽ തന്നെ പെട്ടുപോയി, സാത്താൻ്റെ തന്ത്രത്തിൽ. ദൈവപുത്രൻ പ്രത്യക്ഷനായി ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ അകത്ത്. അവൻ ജീവൻ്റെ മന്നയായി, ജീവൻ്റെ വെളിച്ചമായി, ജീവൻ്റെ വചനമായി, ജീവൻ്റെ ആത്മാവായി, ജീവൻ്റെ അപ്പമായി, സംസാരിക്കുന്ന രക്തമായി നമ്മുടെ ഉള്ളിൽ
ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജീവനെക്കുറിച്ച് തുടർന്നുള്ള നമ്മുടെ ഓരോ വീഡിയോകളിലും അതായിരിക്കും, യേശുവിൻ്റെ ജീവനെക്കുറിച്ച്. ഇത് മുടങ്ങാതെ ചെയ്തു പോകുവാൻ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവേ, ഈ ജീവൻ്റെ വചനങ്ങൾ സംസാരിക്കുവാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ, ഈ വീഡിയോ അനേകർക്ക് അനുഗ്രഹം കാരണമായി മാറട്ടെ. അനേകർ മരണത്തിൻ്റെ ശുശ്രൂഷ വിട്ട് ജീവൻ്റെ ശുശ്രൂഷയിലേക്ക് കയറട്ടെ. ന്യായപ്രമാണവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ വിട്ട് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. കർത്താവേ, അങ്ങ് തെരഞ്ഞെടുത്ത് ഈ കാലഘട്ടത്തിൽ മാറ്റി നിർത്തിയ ശേഷിപ്പിൽപ്പെട്ടവർ അവരുടെ കണ്ണുകളിൽ, അവരുടെ കാതുകളിൽ ഈ വീഡിയോ എത്തട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്ന മക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നോ കേൾക്കുന്നുവോ അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശരീരങ്ങളിലെ രോഗങ്ങൾ അപ്രതീക്ഷമാകും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലിവർ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടല് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൈകാലുകൾക്ക് ബലമില്ലാത്തവരുടെ കൈകാലുകൾക്ക് ബലമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബകലഹങ്ങൾ മാറിപ്പോകട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവർ അതിൽ നിന്നും മോചിതരാകട്ടെ. അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൂർവിക ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കടബാധ്യതകൾ മാറിപ്പോകട്ടെ. ആത്മഹത്യ പ്രവണതകൾ ജനത്തെ വിട്ടുമാറട്ടെ. ദുഃഖവും നിരാശയും നെടുവീർപ്പും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വിവാഹ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. പഠനം കഴിഞ്ഞിട്ട് ജോലിയില്ലാത്ത മക്കൾക്ക് അവരുടെ അർഹതപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. വിദേശ യാത്രയുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പല ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടും പാസ്സാവാത്തവർ അടുത്ത ഇൻ്റർവ്യൂവിൽ പാസ്സാകട്ടെ. അന്യായമായി ജയിലിലടയ്ക്കപ്പെട്ടവർ മോചിതരാകട്ടെ. അന്യായ കേസുകൾ പിൻവലിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാനാവിധ വ്യാധികളും ബാധകളും മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപജീവന മാർഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ഭരണാധികാരികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി ഭരണാധികാരികൾ എഴുന്നേൽക്കട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടക്കട്ടെ. ദൈവസഭയ്ക്ക് വേണ്ടി ഉത്തരവുകൾ പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എല്ലാ മാസവും 2-ാം ശനിയാഴ്ച 10 മണി മുതൽ 1 മണി വരെ തൃശ്ശൂർ ടൗണിൽ ശക്തൻ ബസ് സ്റ്റാൻഡിന് അടുക്കൽ IMA ഹാളിൽ വെച്ച് നമ്മളൊരു ആത്മീയ കൂട്ടായ്മ നടത്തി വരുന്നു. വിടുതൽ ശുശ്രൂഷയും അധികാരത്തിൻ്റെ കൈമാറ്റവും, ദൈവിക അധികാരം, കമാൻഡിങ് പവർ, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചും ഈ അധികാരത്തിൻ്റെ ശുശ്രൂഷയുടെ കൈമാറ്റവും പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ നടത്തി വരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ വന്നവർക്കെല്ലാം അത് അനുഗ്രഹമായിരുന്നു. ആ ആത്മീയ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ജൂൺ മാസം 2-ാം ശനിയാഴ്ച 13-ാം തീയതി ഈ ആത്മീയ കൂട്ടായ്മ നടക്കുന്നു തൃശ്ശൂർ. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുങ്ങി വരാൻ എടുത്തിരിക്കണം. ആ മീറ്റിങ്ങിൻ്റെ നടത്തിപ്പിന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെ, അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഏവരുടെ മേലും അനുഗ്രഹം മഴയായി പെയ്തിറങ്ങട്ടെ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കർത്താവിന് നന്ദിയോട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.